ലോകമാകെ ഉറ്റുനോക്കുന്ന കായിക മാമാങ്കം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നാൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പണക്കൊഴുപ്പേറിയ ക്രിക്കറ്റ് ലീഗാണ്. ബ്രണ്ടൻ മക്കല്ലത്തിലും ക്രിസ് ഗെയിലിലും തുടങ്ങി വിരാട് കോഹ്ലിയിലും സഞ്ജു സാംസണിലും വരെ എത്തി നിൽക്കുന്ന കുട്ടി ക്രിക്കറ്റിൻ്റെ ആരവങ്ങളിൽ വാണവരെക്കാളേറെ വീണവരാണ്. IPL ഏറ്റവും മികച്ച താരങ്ങളുടെ പട്ടിക ഓരോ വർഷവും നീളുമ്പോൾ അതേ വേദികളിൽ കാലിടറി വീണവരും നിരവധി. രാജ്യാന്തര മത്സരങ്ങളിൽ അടക്കം മികച്ച റെക്കോർഡുണ്ടായിട്ടും IPLൻ്റെ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങാനാവാതെ പോയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഈ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരുകാരൻ ശ്രീലങ്കൻ ക്രിക്കറ്ററായ തിലകരത്നെ ദിൽഷനാണ്. ആധുനിക ക്രിക്കറ്റിലെ വെടിക്കെട്ട് ബാറ്ററായ ദിൽഷൻ ശ്രീലങ്കയുടെ കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു. എന്നാൽ IPLൽ അദ്ദേഹത്തിന് ആ മികവ് പുറത്തെടുക്കാനായില്ല. IPLൻ്റെ ഉദ്ഘാടന സീസണിൽ ഡൽഹിയുടെ താരമായിരുന്ന ദിൽഷന് 27 മത്സരങ്ങളിൽ നിന്ന് ആകെ നേടാനായത് 22 ശരാശരിയിൽ 566 റൺസ് മാത്രം. 2011 ക്രിസ് ഗെയിലിന് കൂട്ടാളിയായി RCBയിലെത്തിയ ദിൽഷന് അവിടെയും മികച്ച പ്രകടനങ്ങൾ അന്യമായിരുന്നു. അവിടെ കളിച്ച 25 മത്സരങ്ങളിൽ 587 റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. 6 വർഷം നീണ്ട IPL കരിയറിൽ ലങ്കൻ താരത്തിന് ആകെ നേടാനായത് 52 മത്സരങ്ങളിൽ 1153 റൺസ് മാത്രം, അതും 105 എന്ന ശരാശരിക്കും താഴെയുള്ള പ്രഹരശേഷിയിൽ. രണ്ടാമത് ഈ പട്ടികയിലേക്ക് എത്തുന്ന താരം മുൻ ഇന്ത്യൻ താരമായിരുന്ന പാർത്ഥിവ് പട്ടേലാണ്. 6 IPL ഫ്രാഞ്ചൈസികൾക്കായി കളിച്ചിട്ടുള്ള പാർത്ഥിവ് ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമാണ് IPL കരിയർ ആരംഭിക്കുന്നത്. IPLൻ്റെ ഉദ്ഘാടന സീസണിൽ CSKയ്ക്ക് വേണ്ടി കളിക്കാനിറങ്ങിയ പാർത്ഥിവ് 13 മത്സരങ്ങളിൽ നിന്നായി 27 ശരാശരിയിൽ നേടിയത് 302 റൺസ്. പിന്നീടുള്ള സീസണുകളിലും നിറമങ്ങിയ താരം 2018 ബാംഗ്ലൂരിലെത്തി. ആ സീസണിൽ 6 മത്സരങ്ങളിൽ 183 റൺസായിരുന്നു പാർത്ഥിവിൻ്റെ ആകെ സമ്പാദ്യം. 2019 RCBക്ക് വേണ്ടിയാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്. 139 IPL മത്സരങ്ങളിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായ പട്ടേൽ ആകെ നേടിയത് 22.60 ശരാശരിയിൽ 2848 റൺസ് മാത്രം. ആധുനിക ക്രിക്കറ്റിലെ മറ്റൊരു വെടിക്കെട്ട് ഓപ്പണറായ മുൻ ഓസ്ട്രേലിയൻ നായകൻ ആരോൺ ഫിഞ്ചാണ് IPLൽ പരാജയമായ മറ്റൊരു താരം. 2010 രാജസ്ഥാൻ റോയൽസിലൂടെയാണ് ആദ്യമായി ഫിഞ്ച് IPLൻ്റെ ഭാഗമാകുന്നത്. ആ സീസണിൽ ഒരു മത്സരത്തിൽ മാത്രം രാജസ്ഥാൻ ജേഴ്സി അണിഞ്ഞ താരം 2012 ഡൽഹി ഡെയർ ഡെവിൾസിലേക്ക് ചേക്കേറി. അവിടെ 2 മത്സരങ്ങളിൽ നിന്നായി ഫിഞ്ച് നേടിയത് 55 റൺസ്. പിന്നീട് പൂനെ വാരിയേഴ്സിലും ഗുജറാത്ത് ലയൺസിലും പഞ്ചാബിലും എത്തിയ താരത്തിന് ഒരിടത്തും നിലനിൽപ്പുണ്ടായില്ല. 2020-21 സീസണിൽ RCBയിലെത്തിയ ഫിഞ്ച് കരിയറിൽ ആകെ കളിച്ച 92 IPL മത്സരങ്ങളിൽ നേടിയത് വെറും 2091 റൺസ് മാത്രം. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ യുവരാജ് സിംഗ് ആണ് IPLൽ പരാജയമായ മറ്റൊരു താരം. 11 വർഷം നീണ്ട IPL കരിയറിൽ ഒരു സീസണിൽ പോലും 400 റൺസിലധികം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 2014-ലും 15-ലും IPLലെ ഏറ്റവും വില കൂടിയ താരം കൂടിയായിരുന്നു യുവരാജ്. റോയൽ ചലഞ്ചേഴ്സിനായി കളിച്ച ഒരു സീസണിൽ 14 മത്സരങ്ങളിൽ നിന്നായി 376 റൺസ് നേടിയതാണ് താരത്തിൻ്റെ ഏറ്റവും മികച്ച IPL പ്രകടനം. എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പവും മുംബൈ ഇന്ത്യൻസിനൊപ്പവും 2 IPL കിരീട നേട്ടത്തിൽ സിംഗ് പങ്കാളിയായിട്ടുണ്ട്. ആകെ കളിച്ച 132 മത്സരങ്ങളിൽ 2750 റൺസ് മാത്രമാണ് ഇന്ത്യൻ ഇതിഹാസത്തിൻ്റെ ആകെ നേട്ടം. സമകാലീന ക്രിക്കറ്റിൽ വെടിക്കെട്ട് ബാറ്റർ എന്ന് പേരെടുത്ത ഓസീസ് ക്രിക്കറ്ററാണ് ഗ്ലെൻ മാക്സ്വെൽ. 2012 ഡൽഹിയിലാണ് മാക്സ്വെൽ തൻ്റെ IPL കരിയറിന് തുടക്കമിടുന്നത്. പിന്നീട് പഞ്ചാബിലേക്ക് പോയ താരത്തിന് അപ്പോഴും മികച്ച ഒരു പ്രകടനം അന്യമായിരുന്നു. ഡൽഹിയിലേക്കും തിരികെ പഞ്ചാബിലേക്കും മാറി മാറി കളിച്ചുകൊണ്ടിരുന്ന താരം ഓപ്ഷൻ ടേബിളിൽ നിന്ന് കോടികളാണ് നേടിയത്. പിന്നീട് റോയൽ ചലഞ്ചേഴ്സിലെത്തിയ ഗ്ലെൻ മാക്സ്വെൽ നിലവിൽ RCBയുടെ ഭാഗമാണ്. ആകെ കളിച്ച 132 മത്സരങ്ങളിൽ നിന്നായി 2755 റൺസ് മാത്രമാണ് ഓസ്ട്രേലിയൻ താരത്തിന് നേടാൻ സാധിച്ചത്. അത്രയും മത്സരങ്ങളിൽ നിന്ന് 36 വിക്കറ്റുകളും ഓൾറൗണ്ടറായ മാക്സ്വെൽ നേടി. IPLലെ പരാജയപ്പെട്ട താരങ്ങളുടെ പട്ടികയിലെ അടുത്തയാൾ മുൻ ശ്രീലങ്കൻ നായകനായ ഏഞ്ചലോ മാത്യൂസ് ആണ്. 6 വർഷം നീണ്ട IPL കരിയറിൽ രാജ്യത്തിന് വേണ്ടി കളിച്ചതിൻ്റെ പകുതി പോലും പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 2009 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ കളിച്ചു തുടങ്ങിയ മാത്യൂസ് 14 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 233 റൺസ്. പിന്നീട് പൂനെയിലെത്തിയ മാത്യൂസ് IPLൽ പൂനെ ഇല്ലാതായതോടെ 2015 ഡൽഹിയിലേക്ക് ചേക്കേറി. 11 മത്സരങ്ങൾ ഡൽഹിയിൽ കളിച്ച മാത്യൂസിൽ നിന്ന് ഒരു മികച്ച പ്രകടനം പോലും ഉണ്ടായില്ല. ആ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ 28 റൺസ് മാത്രമായിരുന്നു. ആകെ കളിച്ച 49 മത്സരങ്ങളിൽ 23.35 ശരാശരിയിൽ 724 റൺസും 27 വിക്കറ്റുമാണ് ശ്രീലങ്കൻ ഓൾറൗണ്ടറുടെ ആകെ സമ്പാദ്യം. കുട്ടി ക്രിക്കറ്റിലെ മറ്റൊരു വെടിക്കെട്ട് താരമായ കോളിൻ ഡി ഗ്രാൻഡ്ഹോം IPLലെ പരാജയമായ താരങ്ങളിൽ ഒരാളാണ്. 2017 കൊൽക്കത്തയിൽ തൻ്റെ ആദ്യ IPL കളിച്ച താരം 12 മത്സരങ്ങളിൽ നിന്നായി നേടിയത് വെറും 126 റൺസ്. പിന്നീട് RCBയിലെത്തിയ താരം IPL കരിയറിന് അവസാനമിടുമ്പോൾ ആകെ നേടിയത് 25 മത്സരങ്ങളിൽ നിന്ന് 303 റൺസ്.
ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബോളറായിരുന്ന ഉമേഷ് യാദവാണ് IPL-ൽ പരാജയമായ മറ്റൊരു താരം. കൊൽക്കത്തക്കും RCBക്കും ഡൽഹിക്കും വേണ്ടി IPL ജേഴ്സി അണിഞ്ഞിട്ടുള്ള താരത്തിന് ഡൽഹിയിൽ കളിച്ച 2012 IPL സീസൺ മാത്രമാണ് ആകെ തിളങ്ങാനായത്. ആകെ കളിച്ച 147 IPL മത്സരങ്ങളിൽ 8.5 എക്കോണമിയിൽ 143 വിക്കറ്റുകളാണ് താരത്തിന് ആകെ നേടാനായത്. ന്യൂസിലൻഡിൻ്റെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളായിരുന്നു ടിം സൗത്തി. 2011 IPL-ൽ ചെന്നൈക്ക് വേണ്ടി അരങ്ങേറിയ സൗത്തി ഈ സീസണിൽ 5 മത്സരങ്ങളിൽ കളിച്ചു. എന്നാൽ പിന്നീട് പരിക്കും കിവി ബോളറെ വല്ലാതെ ബാധിച്ചു. ആകെ കളിച്ച 54 മത്സരങ്ങളിൽ നിന്ന് 47 വിക്കറ്റുകളാണ് വലൻ കയ്യൻ പേസർ വീഴ്ത്തിയത്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഇന്ത്യൻ ടീമിൽ നിറഞ്ഞു നിന്ന പേസ് ബോളറാണ് ഇഷാന്ത് ശർമ്മ. ഉദ്ഘാടന സീസണിൽ കൊൽക്കത്തയ്ക്കായി കളിച്ച താരം 13 മത്സരങ്ങളിൽ നിന്ന് 8 വിക്കറ്റുകളാണ് ആ സീസണിൽ നേടിയത്. കൊൽക്കത്തയിൽ കളിച്ച 3 സീസണുകളിലായി 31 മത്സരങ്ങളിൽ 26 വിക്കറ്റുകളാണ് താരത്തിൻ്റെ ആകെ സമ്പാദ്യം. 7ഓളം IPL ടീമുകൾക്ക് വേണ്ടി ഇഷാന്ത് ശർമ്മ അദ്ദേഹത്തിൻ്റെ കരിയറിൽ കളിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി കളത്തിലിറങ്ങിയ ഇഷാന്ത് ശർമ്മ 107 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 88 വിക്കറ്റുകൾ മാത്രം.